ഹായ്, നമുക്ക് കുറച്ച് കൂന്തൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ 100 രൂപേൻ്റെ കൂന്തളാണ്. 260 വില. ഭയങ്കര വിലയാണ് ഇപ്പം മീനിന്. ഞാനതൊക്കെ ഒന്ന് മേടിച്ച് നന്നാക്കി ഉണ്ടാക്കി വൃത്തിയായി നന്നാക്കിയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത്. കൂന്തളങ്ങനെ വരലില്ല അധികമൊന്നും, ഇടയ്ക്കൊക്കെ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് മേടിച്ചു. അതിനെ നന്നാക്കി എടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി വലിയുള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്, 2-3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളകൊക്കെ കൂടി ചതച്ച് വെച്ചു. നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. അധികം വെള്ളമില്ലാതെ കൂന്തൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ചട്ടി അടുപ്പത്ത് വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് നുറുക്കി വെച്ച ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി, ഉള്ളിയൊക്കെ ഒന്ന് എണ്ണയ്ക്കിട്ട് വാട്ടി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് അധികം ചാറില്ലാത്തൊരു കറിയാണ് കേട്ടോ. വരണ്ട വെള്ളത്തിൽ വെക്കില്ല. അതുപോലെ ഇത് ഇറച്ചി വെക്കുമ്പോഴും വെക്കാം, പുളിയൊന്നും വയ്ക്കാതെ. ഞാൻ ഇത്തിരി പുളിയൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ വറ്റിച്ചെടുക്കണ ഒരു കറിയാട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും ഇതുപോലെ. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് ബാക്കിയുള്ള ചേരുവയൊക്കെ ഇട്ടിട്ട് വേണം ശരിയാക്കാൻ. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിക്ക് കൂന്തൾ ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒപ്പമായിട്ട് തന്നെ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുക. എന്നാൽ അതിൻ്റെ നീരൊക്കെ ഒന്ന് വറ്റി റെഡിയായി വരും. ഉള്ളീൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. ഉള്ളി എന്നാൽ വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിക്ക് ആ കൂന്തൾ മുറിച്ചത് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഏകദേശം ഉള്ളി ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ആ കൂന്തളായിക്ക് ഇട്ട് കൊടുക്കണം. അതിലത്തെ വെള്ളം എത്ര കഴുകി ഊറ്റിയാലും അതിലത്തെ വെള്ളം പറ്റില്ല. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ഉള്ളീൻ്റെ ഒപ്പം തന്നെ ഉള്ളി വാടി വന്നപ്പോൾ തന്നെ ഞാനത് ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നാൽ അതിൻ്റെ ഒരു പച്ച തേങ്ങേൻ്റെ ഒരു ഇതൊക്കെ മാറി നല്ല രുചിയാവും. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറി ഇത് തന്നെ കേട്ടോ. അതായാലും വേറെ ഒരു കറിയൊന്നും വേണ്ട. അതിനിന്നിപ്പോൾ ഇങ്ങനെ ഒരു കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല. തേങ്ങ വേണ്ട, തേങ്ങ കൊത്തുണ്ടായതുകൊണ്ട് മല്ലിപ്പൊടിയൊന്നും വേണ്ട. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും കൂടി കുറച്ച് ചതച്ചത്, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇട്ട് ഇനി അതിക്കൊരിത്തിരി നീര് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. അതിക്ക് നീര് വരും. തക്കാളീൻ്റെ നീരൊക്കെ അങ്ങനെ റെഡിയായി ഇറങ്ങും. അതിന് വേണ്ടി ഒരു തക്കാളി ഇട്ടെടുത്തത്. കൂടുതലൊന്നുമില്ല, കുറച്ച് കൂന്തളേ ഉള്ളൂ. അതിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കാനൊരു ഫ്രൈ അല്ല, ഒരു പെരട്ട് കറി ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമുക്ക് അതിക്ക് ലേശം പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. പുളി ഒഴിച്ചു കൊടുത്തു. ഇനി അതിക്ക് പുളി ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഉള്ളിയിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി മേലിലേക്കുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് അടച്ച് വേവിക്കണം. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ആവി പോവാതെ നല്ലോണം അടച്ച് വെച്ച് വേവിച്ച് ഇനി ഒന്ന് തുറന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി അതിക്കിടുക.
കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി വെള്ളം ഒന്ന് കുറച്ചും കൂടി വെള്ളം വറ്റണ വരെ ഒന്ന് തുറന്ന് വെച്ച് കത്തിക്കുക. ഇനി അടയ്ക്കാതെ തുറന്ന് വെച്ച്, അപ്പോൾ അത് നല്ല കുറുകി വറ്റി വരും, നല്ലൊരു കറിയായി വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയും കൊണ്ട് ഞാൻ വരുന്നതാണ് അടുത്തൊരു ദിവസം. ഇത്ര മാത്രം. ബായ്.